السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى درسنا الجديد من دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. في أي درس كنا നമ്മൾ ഏത് പാഠത്തിലാണ് ഉണ്ടായിരുന്നത്? الدرس السابع. كنا في الدرس السابع. كانوا كنتم كنا الدرس السابع. كنا നമ്മളായിരുന്നു في الدرس السابع. وماذا درستم في الدرس السابع؟ نقطة واحدة. هل تذكرون؟ هل تقدرون أن تقولون لي نقطة واحدة التي درسنا في الدرس الماضي؟ കഴിഞ്ഞ വാരത്തിൽ പഠിച്ച ഏതെങ്കിലും ഒരു പോയിന്റ് പറയാമോ? എന്തെങ്കിലും? ഇത് പഠിച്ചു? ക്രിയയുടെ വിവിധ രൂപങ്ങൾ പഠിച്ചു. ക്രിയയുടെ വിവിധ രൂപങ്ങൾ. ഉദാഹരണം? ദഹബത്തും ദഹബന, ലഅബത്തും ലഅബന. അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചതാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്ത എന്താ ഇത് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? വാവുൽ ജമാഅത്ത്. വാവുൽ ജമാഅത്തിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാല് മീമിന് ലമ്മ കൊടുക്കണം. പിന്നെ വാവുൽ ജമാഅത്തിന് ശേഷം എന്തോന്നാല്? വാവു അല്ല, മീമുൽ ജമാഅത്ത്. മീമുൽ ജമാഅത്തിന് ശേഷം വരുന്ന അക്ഷരം സുക്കൂനാണെങ്കിൽ മീമിന് റഫ് കൊടുത്ത് ഉച്ചരിക്കണം. അതിന് റഫ് എന്ന് പറയില്ല, അതിന് ലമ്മെന്നേ പറയും കേട്ടോ. അതായത് അത് താൽക്കാലികമായി നമ്മൾ മാറ്റി എഴുതുന്നതാണ്. റഫ് എന്ന് പറഞ്ഞാൽ ഗ്രമറ്റിക്കലി അതിന്റെ ഒരു സ്ഥാനമാണ് റഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് വ്യാകരണപരമായിട്ട് ഒരു സ്ഥാനം മാറി വരുന്നതിനാണ് റഫ് എന്ന് പറയുന്നത്. ലം എന്താണ്? അത് ഇപ്പം മീമുൽ ജമാഅത്തിന് കൊടുക്കുന്നത് താൽക്കാലികമായ ഒരു അടയാളമാണ്. അല്ലെങ്കിൽ ഇപ്പം ഫതഹ്തും എന്ന് പറയുന്നിടത്ത് താനുള്ള അടയാളം എന്താണ്? ലമ്മാണ്. ഫതഹ്തും എന്ന് പറയുന്നിടത്ത് താനുള്ള അടയാളം ലമ്മാണ്. അത് റഫ് എന്നതിന് പറയില്ല. അല്ലെങ്കിൽ അവസാനത്തെ അടയാളമാണെങ്കിൽ ഇപ്പം യഫ്അലു അല്ല, നമ്മളെപ്പോഴും വരുന്നത് അതെ അങ്ങനെ ഇപ്പൊ ഫതഹ്തു വരുന്നിടത്ത് എന്താണ്? ലമ്മാണ്. അത് റഫ് എന്ന് പറയില്ല. ഓക്കെ. അതേസമയം യഫ്അലുവിന് അത് നമ്മൾ പിന്നീട് പഠിക്കും ഇങ്ങനെ പറയുന്നത്. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? വാവ് മീമുൽ ജമാഅത്തിന് ശേഷം ഉള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ മീമുൽ ജമാഅത്തിന് ലം കൊടുക്കും. പിന്നെ വേറെ ഓക്കെ ഫരീദ് സാഹിബ് അല്ലാതെ വേറെ ആരെങ്കിലും പറയും? ഓക്കെ. ആ വിഷയം എല്ലാം ഇല്ല. വേറെ വിഷയം പറയും. ശേഷം വരുന്ന പദത്തിന് കസ്ർ. ദൂന് ശേഷം വരുന്നതിന് കസ്ർ കൊടുക്കും. വേറെ അത് മറഞ്ഞിരിക്കുന്ന
സബ്ജക്റ്റ് ആണെങ്കിൽ ബായിന് ഫത്ത് കൊടുക്കണം. അല്ലാത്ത 3 സാഹചര്യത്തില് സുക്കും കൊടുക്കണം. അപ്പൊ അവൾ പോയി എന്ന് പറയുമ്പോ മറിഞ്ഞിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ അതിന് ബായിന് മറ്റേ ഫത്ത് കൊടുക്കണം. ബാക്കിയുള്ളതിന് ബാക്കിയുള്ള 3 സാഹചര്യത്തില് സുക്കുൻ. അല്ല ബായിനാണ് ഓക്കെ ഓക്കെ. എന്ന് പറയുമ്പോ സുക്കുൻ. ബാക്കി 3 സാഹചര്യത്തിനും ബായിന് സുക്കൂൻ കൊടുക്കണം. അവൾ പോയി എന്ന് പറയുമ്പോ 10. ശരി ശരി ശരി. എക്സലന്റ്. വളരെ നല്ലൊരു പോയിന്റ്. ഓക്കെ. എന്ന് പറയുന്നിടത്തൊക്കെ ബാന് സുക്കൂനാണ്. ദഹബത്ത് എന്ന് പറയുന്നിടത്ത് ബാന് ഫതഹാണ്. നല്ല ക്ലവർ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി പറയണോ? ആരാണ് പറയാത്തവരുണ്ടെങ്കിൽ പറയും. അലിമോൻ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു. പിന്നെ അക്ബർ ഷാ, അക്ബർ അഷ്റഫ്. ഉമ്മി റജഅതു മിൻ അൽ മദീന. മിനൽ മദീനത്തിൽ മുനവ്വറ. മുനവ്വറ. ഉമ്മി റജഅതു മിനൽ മദീനത്തിൽ മുനവ്വറ. പിന്നെ ബാക്കി എന്താ പറഞ്ഞാൽ ഉദ്ദേശിച്ചത്? അതന്നെ ഉദ്ദേശിച്ചത്. മത്തി റജഅതു ഉമ്മി സോറി മത്തി റജഅതു മിൻ മദീന رجعت أمتي أمي رجعت من المدينة المنورة. അമ്മത്താണോ പറഞ്ഞത്? അമ്മത്തി എന്താ പറഞ്ഞത്? അമ്മത്തി റജഅത്ത് മിനൽ മദീനത്തിൽ മുനവ്വറ. അയ്ളൻ ഉമ്മി റജഅത്ത് അമ്മത്തി അയ്ളൻ റജഅത്ത് മിനൽ മദീനത്തിൽ മുനവ്വറ. അയ്ളൻ പഠിച്ചില്ലായിരുന്നു നമ്മള്? അപ്പൊ ഉമ്മയും വന്നു. അതേപോലെ അമ്മത്തെന്താ? അമ്മാവൻ. അമ്മത്ത് എന്ന് പറയുമ്പം അമ്മാവനാണ്. അമ്മത്ത് എന്താണ്? അമ്മത്ത് സഹോദരി. വാപ്പയുടെ സഹോദരിയാണ് അമ്മത്ത്. വാപ്പയുടെ സഹോദരിയാണ് അമ്മത്ത്. വാപ്പയുടെ സഹോദരന് അമ്മത്ത്. അമ്മാവൻ ഖാല്. അമ്മാവനാണെങ്കിൽ റജ എന്നാണ് പറയേണ്ടത്. ഉമ്മ വന്നപ്പോഴത്തേക്ക് റജാത്ത്. ഉമ്മി റജാത്ത് മിനൽ മദീനത്തിൽ മുനവ്വറ വ ഖാലി അയ്ളൻ റജഅ. ഇല്ലേ? അക്ബർ, അലിമോൻ, ഫാത്തിമ, ഖലീല, റഷീദ്. എന്താണ് വേറെ എന്തെങ്കിലും വരാനുണ്ടോ? അറബിയിൽ എന്തെങ്കിലും പദം കരുതി വന്നോ? കിട്ടണില്ല. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കളിച്ചു തരാം. നിങ്ങളുടെ വാച്ച് മനോഹരമാണെന്ന്. വാച്ച് മനോഹരമാണ്. എന്താ പറയും? ആരെ വാച്ച് ജമീലത്ത് എന്ന് പറയണ്ടേ? നിന്റെ ഉമ്മ മദീനയിൽ ഉണ്ടെന്ന വാച്ചാണോ? അല്ല നമ്മളതൊരു ചോദ്യം ചോദിക്കണ. നിന്റെ വാച്ച് മനോഹരമാണ്. ജമീലത്ത്. എന്ത് സാഹത്തല്ല, സാഹത്തുക്ക. അവിടെ അന്ത വേണ്ട. അസാത്തും വേണ്ട. അവിടെ പിന്നെ
സാത്തുക ജമീലത്തിൻ, ഇത്രയേ ഉള്ളൂ. സാത്തുക ജമീലത്തിൻ, യാ അഖി സാത്തുക ജമീലത്തിൻ. അലുന്നു അന്ന സാത്തുക ജമീലത്ത്. അന്ന സാത്തക, അന്ന വന്നാൽ എന്ത് ചെയ്യണം? സാത്ത. സാത്തക്ക. അന്ന സാത്തക ജമീലത്തിൻ. അപ്പൊ വേറെ പ്രശ്നമുണ്ട്. അതൊന്നും എന്താ കരുതുന്ന എന്തിനാ നിങ്ങള്? മനോഹരമാണോ അല്ലേ? കരുതുന്നാണെങ്കിൽ ഒരു കരുതലിന് ഒരു റീസൺ വേണമല്ലോ. ഈ വാച്ച് നല്ലതാണെന്നാണ് തോന്നുന്നത് അറിയുമോ? എന്താ പറയുന്നത്? മനോഹരമാണെന്ന് തോന്നുന്നത്. അതൊന്നും വേണ്ട അവിടെ. അതൊന്നും അന്ന സാത്തക്ക ജമീലത്തും. പിന്നെ അതൊന്നും ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു കോമൺ സെൻസ് ഇല്ല അവിടെ. സാത്തുക ജമീലത്തും അതൊന്നും അന്ന കറജാത്ത മിനൽ മദീനത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മദീന നിന്ന് മടങ്ങി വന്നെന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ ഫോണിലാണ് വേറെ എവിടെയാണ് മദീന നിന്ന് മടങ്ങി വന്നില്ല, ആള് വന്നില്ല, അപ്പൊ മടങ്ങി വന്നെന്നാണ് കരുതിയത്. അവനും എന്നൊക്കെ സഹീഹുൻ, നീ ആരോഗ്യവാനാണെന്ന് ഞാൻ കരുതുന്നു ഒക്കെ പറയാം. ഓക്കെ, ശരി, നമുക്ക് പാഠത്തിലേക്ക് പോവാം. പാഠം 7 നമ്മള് വ്യത്യസ്ത രൂപഭേദങ്ങൾ പറഞ്ഞു. ആ രൂപഭേദങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. സ്ത്രീകളുടെ കാര്യമാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ബെല്ലടിച്ച് ബെല്ലടിച്ചിട്ട് മർവാൻ ബാബ പേജ് നമ്പർ എത്രയാ? 47. സബഉ അർബഊന. طيب يرمي الجرس فيقوم مروان ويفتح الباب وتدخل أخواته. അപ്പൊ ബെല്ലടിക്കുന്നു യഖൂമു മർവാനു. അപ്പോ നാടകം ഇതൊക്കെ വിവരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുമല്ലോ. അവിടെ ബെല്ലടിക്കുന്നു, അപ്പോഴേക്കും കുട്ടികൾ അടിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നത്. ബെല്ലടിക്കുന്നു, രംഗം മാറുന്നു, നാടകത്തിന്റെ രംഗം മാറുന്ന ആ സമയത്ത് പോയിന്റ് കൊടുക്കുന്നത്. എറിഞ്ഞൽ ജലസു, ബെല്ലടിക്കുന്നു അല്ലെങ്കിൽ ബെല്ലിറങ്ങിയുന്നു, മണി മുഴങ്ങുന്നു. യഖൂമു മർവാനു, മർവാൻ എഴുന്നേൽക്കുന്നു. വയഫ്തഹുൽ ബാബ്, മർവാൻ എഴുന്നേൽക്കുന്നു. യഫ്തഹുൽ ബാബ്, മർവാൻ എന്ത് ചെയ്യുന്നു? വാതിൽ തുറക്കുന്നു. അപ്പൊ യഫ്തഹുൽ ബാബ വതദ്ഖുലു അഖവാതുഹു. അപ്പൊ തദ്ഖുലു എന്നത് എന്താണ്? സ്ത്രീലിംഗ ക്രിയാരൂപമാണ്. കാരണം ശേഷം വരുന്നത് അഖവാത്താണ്. തദ്ഖുലു അഖവാതുഹു. അപ്പോ അന്ത പറഞ്ഞാലും തദ്ഖുലു ആണ്, ഹിയ പറഞ്ഞാലും തദ്ഖുലു ആണ്. അപ്പൊ എങ്ങനെ വ്യത്യാസം മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ ഉദാഹരണത്തിൽ നിന്നും വായിച്ചു നോക്കുക. എറിഞ്ഞൽ ജറസു യഖൂമു മർവാനു യഫ്തഹുൽ ബാബ വതദ്ഖുലു അഖവാതുഹു. അപ്പൊ തദ്ഖുലു നീ പ്രവേശിക്കുന്നു എന്ന അർത്ഥം വരില്ല. തദ്ഖുലു അവൾ പ്രവേശിക്കുന്നു എന്നാണ്. തദ്ഖുലുവിന്റെ ഏകവചനം പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അഖവാത്ത് എന്ന് ബഹുവചനം പറഞ്ഞു. അഖവാത്ത് സ്ത്രീലിംഗ ബഹുവചനമാണ്. പക്ഷേ ക്രിയ മുമ്പേ പറഞ്ഞതുകൊണ്ട് അവിടെ ഏകവചനം പറഞ്ഞാൽ മതി. തദ്ഖുലു അഖവാതുഹു, അവന്റെ സഹോദരിമാർ പ്രവേശിക്കുന്നു. അൽ ബനാത്ത്, അപ്പോ പ്രവേശിച്ച പെൺകുട്ടികൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ പെൺകുട്ടികൾ സഹോദരിമാർ എന്ത് ചെയ്തു? സഹോദരിമാര് സലാം പറഞ്ഞു. അൽ ജമീ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും. ഖുർആനിലെ പല സ്ഥലങ്ങളിലും ജമീഅൻ എന്ന് കാണാം, ഒന്നടങ്കം, എല്ലാവരും ഒരുമിച്ച്, ജമീഅൻ.
ഇവിടെ എന്താ അൽ ജമിയ, എല്ലാവരും കൂടി വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ വലൈക്കും സ്സലാം പറഞ്ഞത് ആരോടാണ് പറഞ്ഞത്? ആണുങ്ങളോടാണോ പെണ്ണുങ്ങളോടാണോ പറഞ്ഞത്? പെണ്ണുങ്ങളോട്. പെണ്ണുങ്ങളോടാ പറഞ്ഞത്. പെണ്ണുങ്ങളാണ് വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പോ അലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ അവിടെ സ്ത്രീലിംഗമാക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാലൈക്കുന്നസ്സലാം എന്നൊക്കെ പറയാം. പക്ഷേ ഇസ്ലാമിന്റെ കസ്റ്റത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഒരാളോട് പറഞ്ഞാലും രണ്ടുപേരോട് പറഞ്ഞാലും ആണിനോട് പറഞ്ഞാലും പെണ്ണോട് പറഞ്ഞാലും എല്ലാം അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റി പറയാം. നമ്മൾ ഭാഷ മനസ്സിലാകാൻ വേണ്ടിയൊക്കെ വേണമെങ്കിൽ മാറ്റി പറയാം. അല്ലെങ്കിൽ ഉമ്മാക്ക് പറഞ്ഞാലും അസ്സലാമു അലൈക്കും, ഉപ്പാക്ക് പറഞ്ഞാലും അസ്സലാമു അലൈക്കും, സഹോദരിക്ക് പറഞ്ഞാലും അസ്സലാമു അലൈക്കും പറഞ്ഞു. അതേസമയം ഉമ്മാക്ക് അസ്സലാമു അലൈക്കി യാ ഉമ്മി എന്ന് വേണമെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കി യാ ഉഖ്തി എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ സാധാരണ നടപടിക്രമം അനുസരിച്ച് എല്ലാവർക്കും ഒരു സലാമാണ്. അൽ ജമിയ, അപ്പൊ എല്ലാവരും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ല, ഉപ്പ പറഞ്ഞു ഐന ദഹബതുന്ന യാ ബനാതി. ഇവിടെയാണ് നമ്മുടെ ഒരു പോയിന്റ്. ദഹബതുന്ന, നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ പോയി. ഐന ദഹബതുന്ന യാ ബനാതു, യാ ബനാതി, എന്റെ പെൺമക്കളെ നിങ്ങൾ എവിടെ പോയി? ഐന ദഹബതുന്ന. അൽ ബനാത്ത് ദഹബന ലിസിയാറത്തിൽ മുദീർ, ഞങ്ങൾ സിയാറത്തിന് പോയതാണ്. ഏത് സിയാറത്തിന്? ഖബർ സിയാറത്തിനല്ല, ഹെഡ് മാസ്റ്ററുടെ വിസിറ്റ് ചെയ്യാൻ പോയത്. മിസ്ട്രസ്. ഹെഡ് മിസ്റ്റേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ പോയത്. മുദീറത്തിനെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോ ദഹബത്തുന്ന എന്ന പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ്, നോട്ട് ചെയ്യേണ്ട, മാർക്ക് ചെയ്യേണ്ടതാണ്. യാ ബനാത്തി, എന്റെ മക്കളെ. അൽ ബനാത്ത് ദഹബിന. അപ്പൊ ബനാത്ത് എന്താ പറയുന്നത്? ദഹബിന എന്നാണ്. ബനാത്തിന് ജെൻഡർ, അല്ലെങ്കിൽ ദഹബിന എന്ന് പറയുന്ന ഫോമിന് ജെൻഡർ ഡിഫറൻസ് ഇല്ല. ദഹബിന ആണുങ്ങൾ പറഞ്ഞാലും പെണ്ണുങ്ങൾ പറഞ്ഞാലും ദഹബിന എന്നാണ് പറയുന്നത്. അല്ല, അബിന നേരത്തെ എന്ത് പറഞ്ഞു? സെമീന എന്ന് പറഞ്ഞു അല്ലേ? സെമീന എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെയാണ് ബനാത്തും പറയുന്നത് ദഹബിന. അബിനാവും ബനാത്തും ഒരേപോലെയാണ്. ദഹബിന അതായത് മുത്തക്കല്ലിം, സംസാരിക്കുന്ന ആൾ, ഫസ്റ്റ് പേഴ്സൺ, ജെൻഡർ ഡിഫറൻസ് ഇല്ല. ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ബഹുവചനം വരുമ്പോൾ ജെൻഡർ ഡിഫറൻസ് ഇല്ല. പിന്നെ എന്താ പറയാ, ക്രിയ വെർബിന്റെ ഫോമില് അത് ഏകവചനമായിരുന്നാലും ബഹുവചനമായിരുന്നാലും ജെൻഡർ ഡിഫറൻസ് ഇല്ല. അതേസമയം അന മുസ്ലിമത്തിൻ എന്നാണ് പറയേണ്ടത്. അന മുസ്ലിമത്തിൻ അത് എന്ന് പെൺകുട്ടി പറയുമ്പോൾ. ആൺകുട്ടി പറയുമ്പോൾ അന വലതും. ആ അന എന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് സെമിയത്തു, ഞാൻ കേട്ടു എന്ന് ആൺകുട്ടി പറഞ്ഞാലും പെൺകുട്ടി പറഞ്ഞാലും സെമിയത്തു എന്നാണ് പറയുക. അതേപോലെ സെമീന എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ പറയുന്നതും ആൺകുട്ടികൾ പറയുന്നതും സെമീന. അപ്പൊ ദഹബന ലിസിയാറത്തിന് മുദീറത്തി, ഞങ്ങൾ ഹെഡ്മിസ്ട്രസിനെ കാണാൻ പോയിരുന്നു. അല്ല, ആ മഷയിത്തുന്ന, ആ മഷയിത്തുന്ന, മഷ നടന്നു, മഷ നടന്നു. മഷയിത്തുന്ന, നിങ്ങൾ നടന്നു, നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ നടന്നു. ആ മഷയിത്തുന്ന, നിങ്ങൾ നടന്നാണോ? അം ദഹബത്തുന്ന ബിസ്സയ്യാറത്തി, അതല്ല ദഹബത്തുന്ന, നിങ്ങൾ പോയി ബിസ്സയ്യാറത്തി കാരൻ. ആ മഷയിത്തുന്ന അം ദഹബത്തുന്ന ബിസ്സയ്യാറത്തി, നിങ്ങൾ നടന്നാണോ അതല്ല സയ്യാറയിലാണോ പോയത്? സയ്യാറ അറിയാമല്ലോ, കാർ. കാർ. ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ സയ്യാറ? എവിടാണ്ട് വായിച്ചു.
ഖുർആൻ നിങ്ങൾ അക്ഷരം നോക്കി വായിക്കുന്നുണ്ടോ? അർത്ഥം നോക്കി വായിക്കുന്നുണ്ടോ? ആ സൂറത്ത് യൂസുഫിലുണ്ട്. വേറെ വേറെ എവിടെ ഇല്ലേ? വേറെ ഉണ്ട്. മത്താലക്കും വലിയ ചെയ്യാറ വേറെ ഉണ്ട് ചെയ്യാറ. അത് നോക്കി പഠിക്കാം കേട്ടാ. ചാറ്റ് GPT ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ടോ? ചാറ്റ് GPT നോക്കിയാൽ കിട്ടും. അതിനാ വെറുതെ ചെയ്യാറ ഫിൽ ഖുർആൻ വറദ വന്നു കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ഈ ചാറ്റ് GPT ഉപയോഗിക്കുക, അറബിയിൽ ചാറ്റ് GPT ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം അറബി. അപ്പൊ ആരും നമ്മളെ എന്ത് ചെയ്യില്ല, അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യില്ല. ചാറ്റ് GPT എസ്റ്റിമേറ്റ് ചെയ്യും കേട്ടോ നമ്മൾ, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് ഗ്രാജുവലി വാക്കുകൾ ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കാം. അറബി എങ്ങനെ ഭാഷ ഇട്ടുകൊടുക്കുക? ചാറ്റ് GPT ഒന്നിനും ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് ഇടാം. ശരി. വോയിസ് ഇടുമ്പോഴത്തേക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഞാൻ സാധാരണ ടൈപ്പ് ചെയ്താണ് ഇടുന്നത്. അപ്പൊ നിങ്ങളെ ഗൂഗിൾ എന്താ പറയാ Gboard ഇൻസ്റ്റാൾ ചെയ്താൽ മതി. Gboard ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ അറബി, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ടൈപ്പ് ചെയ്യാം. ശരി. അതിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യാം. അതേപോലെ അല്ലാതെ ടൈപ്പ് കീബോർഡും കിട്ടും. Gboard ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ Gboard ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചാറ്റ് GPTയിലേക്ക് നിങ്ങൾ ഈ Gboard ഉപയോഗിച്ചിട്ട് ചാറ്റ് GPTയുടെ വോയിസ് ടൈപ്പ് ചെയ്യാം. അത് എത്ര ഫ്രീ ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഗ്രാജുവലി, അപ്പൊ നമ്മൾ എന്ത് സ്റ്റാൻഡേർഡിലാണോ ചാറ്റ് GPTയോട് സംസാരിക്കുന്നത്, അറബിയിൽ പറയുന്നത്, ആ സ്റ്റാൻഡേർഡിൽ അറബിയിൽ മറുപടി വെക്കും. ഓക്കെ. മഷയിത്തുന്ന ദഹബത്തുൻ ബിസ്സയ്യാറത്തി മഷയിന. അപ്പോ മഷയിത്തുന്ന ദഹബത്തുന്ന ഇതൊക്കെ സ്ത്രീലിംഗ ക്രിയാരൂപ ബഹുവചന രൂപങ്ങളാണ്. ബിസ്സയ്യാറത്തി. അപ്പൊ ദഹബയുടെ കൂടെ എന്തുണ്ട്? ബിസ്സയ്യാറത്തി. എങ്ങനെ പോയി? ബിസ്സയ്യാറത്തി, കാറിൽ പോയി. ഫിസ്സയ്യാറത്തി അല്ല. അപ്പൊ ഏത് വസീലയാണ് ഉപയോഗിച്ചതെന്നാണ്, ഏത് മീഡിയമാണ് ഉപയോഗിച്ചത് എന്ന അർത്ഥത്തിലാണ് ബി ഉപയോഗിക്കുന്നത്. മഷീന. അല്ല, ഇതില് ബിസയ്യാറത്തി കാർ കൊണ്ടാണ് പോയെന്ന് പറഞ്ഞാലും ശരിയാവൂലോ? കാറും കൊണ്ട് പോയാൽ നമ്മൾ മലയാളത്തിന്റെ യൂസേജ് ആണ്. അപ്പൊ ഈ ബസ്സിൽ പോകുമ്പോഴും ബി ആണ് ഉപയോഗിക്കുന്നത്. ബിൽ ബസ്. ബസ്സിന് വേറെ. ദഹബയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ബി ആണ്. ദഹബയുടെ കൂടെ ബി, അതായത് പ്രിപ്പോസിഷൻ വേണ്ടി വരുമ്പോൾ അവിടെ ബി ആണ് ഉപയോഗിക്കുക. ദഹബ ബി. ഏത് വസീലയിൽ പോയി, ഏത് മാർഗത്തിൽ പോയി. അപ്പം ബിസ്സയ്യാറത്തി. അപ്പോൾ ഇംഗ്ലീഷിൽ ബൈ എന്നുള്ള അർത്ഥവും ബിക്ക് ബൈ എന്നുള്ള അർത്ഥവും. അതെ അതെ. ബില്ലയിൽ എന്നാ പറയാ, ബില്ലയിൽ എന്നാ പറയാ. ബില്ലേ ബില്ലയിൽ രാത്രി. എന്ന് പറഞ്ഞപ്പോ തെറ്റാണോ? രാത്രി അല്ല, അത് സന്ദർഭം അനുസരിച്ച് ചിലപ്പം പില്ലയിൽ മാറിയും വരും കേട്ടോ. അപ്പൊ ആ സന്ദർഭം അനുസരിച്ചാണ്. രാത്രിയിൽ എന്തെങ്കിലും മഷ ആണോ നടന്നു എന്നുള്ളത്? മഷ അല്ല, അത് പറഞ്ഞിട്ടില്ല നമ്മള് കേട്ടോ. അത് അവിടെ യാ മാറി വരുന്നതുകൊണ്ടാണ്, അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് കേട്ടോ. മഷയിത്തുന്ന ഇപ്പൊ പഠിച്ചിരിക്കുക കേട്ടോ. ദഹബത്തുന്ന മഷയിത്തുന്ന. മഷയിന പൂർണ്ണക്രിയ മഷ അല്ല അല്ലെ? അല്ല, അത് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഇവിടെ പറഞ്ഞില്ല. അതിവിടെ പറയാത്ത സ്ഥിതിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പറയുമ്പോൾ പഠിക്കാം. കാരണം അവിടെ അവസാനത്തില് ഹദാ പോലെയുള്ള അലിഫാനുള്ളത്. ശരിയാണ്.
തട്ട്. പിന്നീട് എന്ത് ചെയ്യുന്നു? അത് മഷീന, മഷീത്തുന്ന എന്ന് യാന് സുക്കൂനാണുള്ളത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം പഠിക്കുക. മഷീത്തുന്ന, ദഹബത്തുന്ന, മഷീന. അപ്പൊ നമുക്ക് മഷീത്തുന്ന, മഷീത്തു ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാം. മഷീത്തു ഞാൻ നടന്നു, മഷീത്തുന്ന നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ നടന്നു, മഷീന ഞങ്ങൾ നടന്നു. അപ്പൊ ബനാത്ത് പറഞ്ഞു മഷീന ഞങ്ങൾ നടന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്ന്. ബൈത്തഹ, അപ്പൊ അന്ന വന്നപ്പോൾ അന്നയ്ക്ക് ശേഷമുള്ള ബൈത്തിന് ഒരു പത്ത കൊടുത്തു. അന്ന ബൈത്തഹ കരീബുൻ മിൻ മദ്രസത്തിന്. അന്ന ബൈത്തഹ എന്തുകൊണ്ടെന്നാൽ അവളുടെ വീട് കരീബുൻ അടുത്താണ്. മീനൽ മദ്രസത്തിന് ഞങ്ങളുടെ സ്കൂളിനോട് അടുത്തതാണ്. ഞങ്ങളുടെ സ്കൂളിനോട് അടുത്തതാണ്. അപ്പൊ കരീബുൻ മിൻ, കേട്ടോ, കരീബുൻ മിൻ എന്തിനോട് അടുത്തതാണ് എന്ന് പറയുമ്പോ മിൻ. ഈ പ്രിപ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ മദ്രസയോട് അടുത്താണ്, മദ്രസയോട് അടുത്താണ് എന്ന് പറയുമ്പോൾ മദ്രസയിൽ നിന്ന് അവിടെ മിന്നാണ് ഉപയോഗിക്കുക. കരീബുൻ മിൻ എന്നാണ് ഉപയോഗിക്കുക. ബഴീദാണെങ്കിൽ അന്നാണ് ഉപയോഗിക്കുക. ബഴീദാണെങ്കിൽ ദൂരെയാണ്, ഏതിന്റെ ദൂരെ, അപ്പൊ അന്നാണ് ഉപയോഗിക്കുക. ഹുവ ബൈനൽ മസ്ജിദി വൽ മദ്രസത്തി. ബൈന എന്ന പ്രയോഗവും നമ്മൾ പഠിക്കുക. ഇൻ ബിറ്റ്വീൻ, ബൈന, ഹിജാബ് നേരത്തെ ഒന്നും തോന്നുന്നു അല്ലേ? ബൈന. ബൈനയ്ക്ക് ശേഷം കസ്ര വരും കേട്ടോ. ബൈനയ്ക്ക് ശേഷം കസ്ര വരും. കസ്ര ബൈനൽ മസ്ജിദി. ബൈനൽ മസ്ജിദി ഒരു സ്ഥാനം പറയുന്ന വാക്കുണ്ടാവുമല്ലോ. സ്ഥാനം പറയുന്ന തഹ്ത, ഫൗക, അമാമ, ഷിമാല്, വറാ, ഇതിന്റെയൊക്കെ ശേഷം എന്തായിരിക്കും? കസ്ര ചെയ്യപ്പെടും. കാരണം എന്താ? നമുക്കറിയാം, അവന്റെ വലതുഭാഗത്ത്, അതിന്റെ വലതുഭാഗത്ത്, അതിന്റെ ഇടത്ത്, അതിന്റെ മുകളിൽ, അതിന്റെ താഴെ. അപ്പൊ എന്താണ്? ഇന്ത്യയാണ്. ഇപ്പൊ എന്തുവരും? അറബി പറഞ്ഞാൽ ഇലാഫത്ത്. അപ്പൊ എന്താണ്? ആ ഇലാമത്ത് വരുന്നോണ്ട് അവിടെ കസ്ര. നമ്മൾ ആലോചിച്ചിരുന്ന ഈ സ്ഥാനം, അതേപോലെ അളവ്, കുല്ല്, പിന്നെ ബാഗ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം എപ്പോഴും കസ്ര. ബൈനൽ മസ്ജിദി വൽ മദ്രസത്തി, മസ്ജിദിനും സ്കൂളിനും ഇടയിലാണ് അത്. അപ്പൊ ഹുവ എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചാണ് ഹുവ എന്ന് പറഞ്ഞത്? ബൈത്തിനെ കുറിച്ചാണ് ഹുവ എന്ന് പറഞ്ഞത്. അപ്പൊ ബൈത്ത് പുല്ലിംഗമായതുകൊണ്ടാണ് ഹുവ എന്ന പ്രോനൗൺ ഉപയോഗിച്ചത്. ഹുവ ബൈനൽ മസ്ജിദി വൽ മദ്രസ. അപ്പൊ അതിനെ കുറിച്ച് എന്ത് പറയണമെന്ന് പറയുമ്പോ അതൊന്നും സംഭവം അറബിയിലില്ല. അറബിയിൽ ഒന്നിൽ ഹി ഉണ്ടാകാൻ ഹുവ ഉണ്ട്. ചാരിക്കത്തിലൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒന്നുകിൽ ഹിയ അല്ലെങ്കിൽ ഹുവ ആയിരിക്കും ഉണ്ടാവുക. സ്ത്രീലിംഗമാണെങ്കിൽ ഹിയ ഉപയോഗിക്കും, പുല്ലിംഗമാണെങ്കിൽ ഹുവ ഉപയോഗിക്കും. അല്ലത് വജത്തു ഞാൻ കണ്ടു. വജത്തുന്ന നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ കണ്ടു. വജത്തുന്ന ഹാ അവളെ. വജത്തുന്ന ഹാ അവളെ നിങ്ങൾ കണ്ടോ? ഫിൽ ബൈത്തി വീട്ടിൽ കണ്ടോ? അൽബനാത്ത് നഅം വജദ്നാഹ. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു വജദ്ന നിങ്ങൾ കണ്ടു, ഹാ അവളെ. അപ്പൊ വജദ്ന എന്ന് പറഞ്ഞതിന് നഹ്നു ഉണ്ട്. ആ നഹ്നുമാണ് അതിന്റെ സബ്ജക്റ്റ്. ഹാ വജദ്ന ഹാ നിങ്ങൾ അവളെ കണ്ടു. അപ്പൊ ഹാ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന് സബ്ജക്ട് വെർബ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ്. വജദ്ന വജത്തുന്ന ഹാ ഇതും ഉണ്ട്. വജത്തുന്ന എന്ന് പറയുമ്പം അൻതുന്നയാണ് അതിന്റെ കർത്താവ്. അതേപോലെ വജദ ക്രിയ, വജത്തിന് കഴിഞ്ഞിട്ട് ഹാ ഒബ്ജക്റ്റ്. ജലസ്ന റിന്ദഹ, ജലസ്ന ഞങ്ങളിരുന്നു, റിന്ദഹ അവളുടെ അടുക്കൽ. ഫുലൂസ സാഅത്തിൻ, ഫുലൂസ
ആ സുലിസായിന് ഫത്തഹ വരാൻ കാരണം അവിടെ എന്താണ്, ഒരു സമയം പറയാൻ വേണ്ടിയാണ്. സമയം, സ്ഥലം ഒക്കെ പറയുന്നതിന് എന്തായിരിക്കും അടയാളം? ഫത്തഹ. സുലുസ സാഅത്തിൻ. അപ്പൊ അറബിയില് സുലുസ് സാ എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ ഉണ്ട്. നമ്മള് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹാഫ്, ക്വാർട്ടർ, ഹാഫ്, പിന്നെ എന്താ പറയാ, ക്വാർട്ടർ ടു ഇങ്ങനെ ഉള്ളു. നമ്മ കാലായെങ്കിൽ 8:15 8:15 എന്ന് പറയും. പിന്നെ അതേപോലെ 8:30 8:30 എന്ന് പറയും. അതേപോലെ 8:45 എന്ന് പറയും ഇംഗ്ലീഷിൽ. 8:45 ഇംഗ്ലീഷിൽ എന്ന് പറയും ക്വാർട്ടർ ടു നയൻ എന്ന് പറയും. കാരണം അതേ പ്രയോഗമാണ് അറബിയിലുള്ളത്. അതേ പ്രയോഗം എന്ന് പറഞ്ഞാൽ അതിനോട് താരതമ്യം ചെയ്യാവുന്ന പ്രയോഗമാണ് അറബിയിലുള്ളത്. പക്ഷേ അറബിയിൽ വരുമ്പോൾ സുലുസ് എന്ന പ്രയോഗം കൂടി ഉണ്ടാകും. അപ്പൊ ക്വാർട്ടർ ആൻ അവർ, ഹാഫ് ആൻ അവർ എന്ന് പറയുന്ന പോലെ തന്നെ സുലുസ് സാ എന്നുണ്ട്. സുലുസ് സാ എന്ന് പറഞ്ഞാൽ മണിക്കൂറിന്റെ 1/3. മണിക്കൂറിന്റെ 1/3 എത്രയാ? 15 മിനിറ്റ്. 15 മിനിറ്റാണ്. 3/1. നിങ്ങൾ അറബി സാർ എങ്ങനെ കണക്ക് പഠിപ്പിച്ചോ? 3/1 60 മിനിറ്റ് അല്ലേ ഒരു സാഹത്ത്? 20 മിനിറ്റ്. അപ്പൊ 20 മിനിറ്റ് ആണ് സുലുസ്. അപ്പൊ ആ സുലുസ് എന്നുള്ള പ്രയോഗം കൂടി അറബിയിലുണ്ട്. അപ്പം സമാനിയ സുലുസ് 8:15 സമാനിയ റുബ എന്ന് പറയും. സമാനിയ റുബ എന്ന് പറയും. 8:20 സമാനിയ സുലുസ് എന്ന് പറയും. 8:30 സമാനിയ നിസ്ഫ് എന്ന് പറയും. അതേപോലെ 8:40 തിസ്അ ഇല്ലാ സുലുസ് എന്ന് പറയും. തിസ്അ ഇല്ലാ സുലുസ് എന്ന് പറയും. 8:45 3/1. 8:45 തിസ്അ ഇല്ലാ സുലുസ് എന്ന് പറയും. തിസ്അ ഇല്ലാ സുലുസ് അല്ല, അതെ. 8:40 തിസ്അ ഇല്ലാ സുലുസ് എന്ന് പറയും. 8:45 തിസ്അ ഇല്ലാ റുബ എന്ന് പറയും. അപ്പൊ സാഹത്ത് പറയുന്നതാണ് അത് അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കും. സുലുസ് കോമൺ ആയിട്ട് ഉപയോഗിക്കും 3/1. ഏത് 3/1 വന്നാലും കോമൺ ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ സുലുസ് സാ എന്ന് പറയുമ്പം പറഞ്ഞു കഴിഞ്ഞു. സുലുസ് സാ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. ഖറജ്ന മിൻ ബൈത്തിഹ. ഖറജ്ന മിൻ ബൈത്തിഹ. അപ്പൊ മിന്ന് വരുമ്പോൾ നമ്മൾ കസറിട്ട് വായിക്കാൻ പഠിക്കണം. മിൻ ബൈത്തിഹ, അവരുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു. ഖറജ്ന, ഞങ്ങൾ പുറപ്പെട്ടു. ഫിസ്സാഅത്തിൽ ഖാമിസത്തി. അപ്പം 5 മണിക്ക് എന്താ പറയാ? അസ്സാഅത്തുൽ ഖാമിസത്തി. അസ്സാഅത്തുൽ ഖാമിസത്ത് എന്ന് പറയുമ്പം 5 മണി. അപ്പൊ ഓരോ മണി പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സാഅത്ത് അവ്വലല്ല. 1 മണിക്ക് എന്താ പറയാ? വാഹിദ. അല്ല ഊല അല്ല. സാഅത്തുൽ ഊല അല്ല. സാഅത്തുൽ വാഹിദ. സാഅത്തുൽ വാഹിദത്തു. കേട്ടാ, ഒന്നിന് മാത്രം വാഹിദത്താണ്. രണ്ടാമത്തെ 2 മണിയാന്ന് പറയുമ്പോൾ സാഅത്തുൽ സാനിയ. 3 മണി എന്ന് പറയുമ്പോൾ സാഅത്തുൽ സാലിസ. 3 മണിയാണ് കേട്ടോ. 3 മണി, 3 മണിക്കൂറല്ല. അസാഅത്തു സാലിസ 3 മണി, അസാഅത്തു റാബിയ 4 മണി, അസാഅത്തു ഖാമിസ 5 മണി, അസാഅത്തു സാദിസ 6 മണി, അസാഅത്തു സാബിയ. അങ്ങനെ ഓർഡിനൽ കൗണ്ടിങ് എന്ന് പഠിച്ചല്ലോ. 10 മണിയാകുമ്പോൾ അസാഅത്തു അൽ ആശിറ. 11 മണിയാകുമ്പോൾ അസാഅത്തുൽ ഹാദി അശറ. കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പം പഠിച്ച എത്രയും പഠിക്കുക. അത് ആശിറ വരെ നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, സാഅത്തുൽ ഖാമിസ. അപ്പൊ അതേപോലെ ഖറജ്ന മിൻ ബൈത്തിഹ ഫിസ്സാഅത്തിൽ ഖാമിസ. 5 മണിക്ക് എന്ന് പറയുമ്പോൾ ഫിസ്സാഅത്തിൽ ഖാമിസ. ഓക്കെ ഖാമിസത്തി. ഞാനത് നിർത്തി പറഞ്ഞേ ഉള്ളൂ. സാഅത്തുൽ ഖാമിസത്തി. അതൊരു സംശയം. ഈ സുലുസ എപ്പോഴും ഫതഹ തന്നെ ആയിരിക്കും? സുലുസ എപ്പോഴും ഫതഹ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഫതഹ വരാൻ കാരണം ജലസ്ന ഇൻദഹ, ഞങ്ങൾ അവളുടെ അടുക്കൽ ഇരുന്നു. പിന്നെ പറയുന്നത് എന്താണ്? സമയത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? സുലുസ സാ എന്ന് പറയുന്നത് എന്താണ്?
സമയത്തെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് സുലുസിന് ഇത് വന്നത് ഫതഹ്. സുലുസ് ഇവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഒരു സമയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ഥലത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്ന പദത്തിന് എന്തുണ്ടാകും? അടയാളം ഫതഹ് ഉണ്ടാവും. സുലൂസ അതേപോലെ ഇവിടെ എന്ത് പറഞ്ഞു? സുലൂസ സാഅത്തിൻ. സാഅത്തിന് സുലൂസിന് എന്ത് ചെയ്തു? സാഅത്തിന്റെ 1/3 അല്ലേ? സാഅത്തിന്റെ 1/3. അപ്പൊ എന്ത് ചെയ്യണം? സാഅത്തിന് കസ കൊടുക്കണം. സുലൂസ സുലൂസ സാഅത്തിൻ. അപ്പൊ സാഅത്തിന് കസ കൊടുക്കും. ഇലാപം. ഓക്കെ. ഫിസാഅത്തിൽ ഖാമിസത്തി 5 മണിക്ക് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. ഖറജ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അല്ലും ഉമ്മ പറഞ്ഞു അറഅയ്തുന്ന النكنسة يا ബനാത്തി അല്ല തൂ ആണെന്ന് എങ്ങനെ മനസ്സിലായി? യാ വന്നിട്ട് ഒറ്റ പദം, ഒരു നാമമാണ് വരുന്നത്. യാ ബനാത്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദമ്മ് കൊടുക്കണം. യാ ബനാത്തു. അപ്പൊ ഈ വാക്കുകളെല്ലാം നമ്മളെ സ്ത്രീകളോട് എഴുതുന്ന വാക്കുകളെല്ലാം നമ്മൾ ഒരു പേജ് എടുത്തിട്ട് എഴുതിയിരിക്കുക. ഇതിനോട് പറഞ്ഞ വാക്കുകൾ. റഅയ്തുന്ന നിങ്ങൾ കണ്ടു. റഅയ്തുന്ന നിങ്ങൾ കണ്ടോ? അൽ മിക്നസത്ത്. മിക്നസത്ത് എന്താണ്? ചൂല്. ചൂല്. ബ്രൂം. റഅയ്തുന്ന അൽ മിക്നസത്ത് യാ ബനാത്തു. മക്കളെ നിങ്ങൾ ചൂല് കണ്ടോ? ബഹസ്തു അൻഹ. ബഹസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബഹസ സെർച്ച് ചെയ്തു, അന്വേഷിച്ചു. ബഹസയുടെ അപൂർണക്രിയയാണ് യബ്ഹസു. സെർച്ച് ചെയ്ത് ബഹസ എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റിൽ ബ്രൗസ് ചെയ്യുന്നതിന് ബഹസ എന്നാ പറയുക. പിന്നെ ബഹസിന് എന്താ പറയാ? ബഹസിന് റിസർച്ച് ചെയ്തു എന്ന് അർത്ഥമുണ്ട്. സെർച്ച് ചെയ്തു എന്ന് അർത്ഥമുണ്ട്, റിസർച്ച് ചെയ്തു എന്ന് അർത്ഥം. അൽ ബഹസ് ചർച്ച, അക്കാഡമിക് വരുമ്പോഴത്തേക്ക് എന്തായി? അത് ബഹസ്, റിസർച്ച് ചെയ്തുകൊണ്ട്. അപ്പൊ ബഹസ്തു ആണ് ബഹസയുടെ അപൂർണക്രിയയാണ് യബ്ഹസു. ഖുർആനിൽ വായിച്ച ആരെങ്കിലും ഉണ്ടോ യബ്ഹസ് എന്ന വാക്ക്? എന്നാ പിന്നെ വേറൊരു ആശയം കൂടെ പഠിക്കാനുണ്ട്. അത് വായിച്ചിട്ടില്ല ഖുർആനില്. ഖുർആൻ ആരും ഇതുവരെ വായിക്കാൻ തുടങ്ങിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എത്ര പ്രാവശ്യം ഖുർആൻ വായിച്ചിട്ടുണ്ട്? ഖുർആൻ തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. തഫ്സീർ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞു. എന്ത് വായിക്കാൻ തുടങ്ങി? മറ്റേ തഫ്സീർ. ഞാൻ ചോദിച്ച ഖുർആനാണ്. നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് ഖുർആനാണ്. വായിച്ച് എന്നിട്ട് അള്ളാഹ് എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചു എന്ന് നമ്മൾ കണ്ടെത്തണം, ചിന്തിക്കണം. അവിടെയാണ് തദബ്ബുറുൽ ഖുർആൻ കിടക്കുന്നത്. തഫ്സീർ വായിക്കാൻ പറഞ്ഞത് വേറെ ഒരു അർത്ഥത്തിലാണ്, അത് വേറെ കാര്യം. അത് വായിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഒരു വാക്ക് കണ്ടാൽ ഖുർആനിൽ വാക്ക് ഉണ്ടല്ലോ, നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ പെടുന്നത്. അന്വേഷിക്കരുത് എന്നുള്ളതിന് എന്നാ പറഞ്ഞത്? എന്താ അങ്ങനെ ഒരു വാക്ക് ഓർമ്മ വരുന്നത്? അത് വേറെ. അത് ഹായല്ല, അവിടെ താഴെ ഡോട്ട് കൂടെ ഉണ്ട്, ഹാന്റെ താഴെ. പിന്നെ ഈ ഹായല്ല, സീനാണ്. അത് തജസ്സസ് എന്നാണ്. തജസ്സസ് അല്ല, തജസ്സസു. ബഹസത്തുൽ ഉമ്മ. ബഹസ ഫിൽ ഉമ്മിയ്യ. അല്ല, അത് ഐനാണ്.
ഇത് അറിയാം. സുലുസ മാ തറക്. സുലുസ്. ഇപ്പോഴും നിങ്ങൾ മൂന്നില് നിൽക്കുകയാണ്. മന്നൻതി ഉസ്താദ് കബിൽ വേറൊരു കെബിൻ ഇവിടെ അത് കേട്ടിട്ടുണ്ട്. സുലുസ മാ തറക്. ഇത് ഓർമ്മയില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഷെയറിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അറബി ഭാഷയെ കുറിച്ചല്ല. അറബി ഭാഷയെ കുറിച്ച് ഉസ്താദ് സംശയം. ബഹസ്തു അൻഹ എന്നതിന് പകരം ബഹസ്തു ഹ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ശരിയാവില്ല, കാരണം ബഹസയുടെ കൂടെ അൻ വേണം. ഓക്കെ ഓക്കെ അൻ വേണം. കൊള്ളാം. ഓക്കെ. യബ്ഹസു ഫിൽ അർളി. യബ്ഹസു ഫിൽ ഫബഅസല്ലാഹു, അവിടെ ഐനുണ്ട് മറ്റേ ഹായ് ഉണ്ട്. ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി. ഓക്കെ, ഇപ്പൊ എല്ലാ ആയത്ത് കിട്ടി. ആയത്തിന്റെ തുടക്കം കിട്ടിയ എല്ലാവരും പറയാൻ ഭയങ്കര വ്യക്തമാണ്, കാരണം അത് മനപ്പാടമാണ്. നമ്മൾ പറയുന്നത് പാഠമാണ്. പാഠമാണ് വേണ്ടത്, മനപ്പാടമല്ല വേണ്ടത്. മനപ്പാടം പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല കേട്ടോ. ഖുർആൻ വായിക്കുമ്പോൾ ചിന്തിച്ച് വായിച്ചാൽ ഈ മാങ്ക് വെക്കും. ഫരീദ് സാഹിബ് അങ്ങനെ ചാറ്റ് ജിപിടിയോട് ചോദിച്ചോ? അല്ല, ഞാൻ ഖുർആനിലേക്ക് നോക്കിയതാ. ഏകദേശം ആ ആദം നബിയുടെ ഒരു ചരിത്രമായിട്ട് വരുന്നുണ്ട്, ആദം നബിയുടെ മക്കളെ. ഓക്കെ. അവിടെ ചെഴയാണ് ചെയ്യുന്നത് കേട്ടോ. ബഹസ എന്ന് പറഞ്ഞാൽ അവിടെ ചെഴഞ്ഞു. അപ്പോ ചിറ്റിച്ചെഴഞ്ഞ് നോക്കുന്നതിനാണ് എന്ത് ബഹസ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ചിക്കിച്ചെഴഞ്ഞ് നല്ലത് കണ്ടെത്താനും ശരിയായ കണ്ടെത്താനും അല്ലെങ്കിൽ ഗവേഷണം നടത്താനും എല്ലാം ബഹസ എന്ന ഉപയോഗമാണ്, ബഹസ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെക്കിച്ചെഴഞ്ഞ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ കാണും. അപ്പൊ ഇന്റർനെറ്റിലാണ് ചിക്കിച്ചെഴയുന്നതെങ്കിൽ അവിടെ പലരും ചിക്കിച്ചെഴയാന്നുണ്ട്. വൃത്തികേടുകളും ചിക്കിച്ചെഴയാം, അതേപോലെ കാക്ക എല്ലാത്തിനും ചിക്കിച്ചെഴയുമല്ലോ, അതും ചെയ്യാം. അതേപോലെ നല്ലതിന് വേണ്ടിയും തിരയാം. സ്വർണം തെരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തിരഞ്ഞു അല്ലേ? സെർച്ച് ചെയ്ത് നിങ്ങൾ എന്ത് വാക്ക്, ചിലപ്പോൾ പ്രാദേശിക വാക്ക ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എന്താ പറയാ, അൻഹ, ഞാൻ അതിനെ തിരഞ്ഞു. അൻഹ കസീറൻ, ഒരുപാട് തിരഞ്ഞു. അപ്പൊ മാ ഉപയോഗിക്കാനും പഠിക്കും. മായുടെ കൂടെ മാവിയുടെ കൂടെ മാ ഉപയോഗിക്കാം. മാ വജത്തുഹ, ഞാൻ അതിനെ കണ്ടില്ല. അപ്പൊ വജതയ്ക്ക് പിന്നെ അന്നൊന്നും വേണ്ട, അന്നും നിന്നൊന്നും വേണ്ട. വജതയുടെ കൂടെ അലത്തൂൽ, അലത്തൂൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അലത്തൂൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റയടിക്ക് അതിനോട് ചേർത്ത് എന്ത് ചെയ്താൽ മതി? ഹാ ഉപയോഗിക്കാം. മാ വജത്തുഹ, ഞാൻ അതിനെ കണ്ടില്ല. സ്വാദിന് അറിയാലോ. സ്വാദ് അത് ഒരു മകളാണ് സ്വാദ് കേട്ടോ. സ്വാദ് എന്ന് പറയുമ്പോൾ ആണിന്റെ പേരല്ല, പെണ്ണിന്റെ പേരാണെന്ന് മനസ്സിലാക്കി. ഞാൻ അതിനെ വെച്ചു. വെച്ചു, വളർത്തു, ഞാൻ വെച്ചു. അപ്പൊ വളർത്തു എന്ന് സ്വാദാണ് പറഞ്ഞത് കേട്ടോ, അസോദിയ. അപ്പൊ വളർത്തു എന്താണ്? ഏകവചനമാണ്. വളർത്തു, ഞാൻ വെച്ചു. വളർത്തു. അപ്പൊ സ്വാദ് പറഞ്ഞപ്പോ വളർത്തു എന്നതിൽ വ്യത്യാസമില്ല. വളർത്തു ഹ. അപ്പൊ വളർത്തുവിന്റെ കൂടെ എന്ത് ചെയ്തു? ഹ ചേർത്ത് പറഞ്ഞു. ഒബ്ജക്റ്റ് ചേർത്ത് പറഞ്ഞു. പിന്നെ അന്നെ വളർത്തു, ഞാൻ അതിന് വെച്ചു. എന്താ വായിക്കാം? സുല്ലമി. സുല്ലമി. അപ്പൊ സുല്ലം എന്തായിരിക്കും? കോണിയുടെ അടിയില്. നമ്മളെ ചിഹ്നമല്ല. ചിഹ്നം ഇതെന്താണ്? ഇത് സ്റ്റെയർ കേസ് ആണ്. സുല്ലം അല്ല, ഏണിയല്ല, ഗോവണി. ഏണിക്കും കോണിക്കും ഗോവണിക്കും എല്ലാത്തിനും സുല്ലം തന്നെ പറയാം. അതെ, കയറുന്ന സാധനത്തിനാണ് സുല്ലം. സുല്ലം ഖുർആൻ വായിച്ചിട്ടുണ്ടായിരുന്നു.
ആ സുല്ലമിൽ കൂടെ നിങ്ങൾ കയറിപ്പോയ സുല്ലം ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ടാണ്. ആയത്ത് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്താണ് സുല്ലമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സ്റ്റെയർ കേസ്, സുല്ലമി സ്റ്റെയർ കേസിന്റെ ചുവടെ ഞാൻ വെച്ചിരുന്നു. ഹാദ സബാഹ, ഹാദ അസ്സബാഹ. എന്നാ സബാഹിന് പത്ത വന്നത്? സമയം പറയുന്നുണ്ട്. ഹാദ സബാഹ. അപ്പൊ ഹാദ സബാഹ, ഹാദയ്ക്ക് ശേഷം അൽ വന്നാൽ ഹാദയ്ക്ക് സ്ഥാനമില്ല, ചൂണ്ടാൻ വേണ്ടി മാത്രമുള്ള അല്ലുള്ള വാക്ക് വന്നാൽ. സുല്ലമിന്റെ തഹത്ത സുല്ലമി അസ്സബാഹ, പ്രഭാതത്തിൽ എന്നാണ്. തഹത്ത സുല്ലമി അസ്സബാഹ, പ്രഭാതത്തിൽ ഞാൻ അതിനെ വെച്ച്. ഏത് പ്രഭാതത്തിൽ പറയാൻ വേണ്ടിയാണ് ഹാദ ഉപയോഗിച്ചത്? ഹാദ സബാഹ, ഈ പ്രഭാതത്തിൽ. മറുവാൻ യാ ഉമ്മി അഫിസ് സല്ലാജത്തി മാഇൻ ബാരിദിൻ. സല്ലാജ നമ്മൾ മുമ്പ് പഠിച്ചല്ലേ സല്ലാജത്തിൽ. അപ്പൊ അതിലെ സൽജ് എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? സൽജ്, സൽജ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? സൽജി വൽ ബർദി. ബിസൽജി വൽ ബർദി. ആ സൽജ് എന്താണ്? മഞ്ഞുവെള്ളം. ബർദ് പാർട്ട് 1 ബുക്കിൽ അങ്ങനെ വാക്ക് പഠിച്ചില്ലല്ലോ. സല്ലാജത്ത് പഠിച്ചിട്ടുണ്ട്. പാർട്ട് 1 ബുക്കില് ആ വാക്ക് പഠിച്ചില്ല. സൽജി പഠിച്ചു. സൽജി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചോളൂ. സംസ്കാരത്തിന്റെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്. പിന്നെ പ്രാരംഭ പ്രാർത്ഥനയിലും ഉണ്ട്. ആ സൽജി ഉണ്ടാക്കുന്ന സാധനമാണ് സല്ലാജത്ത് കേട്ടോ. സൽജി ഉണ്ടാക്കുന്ന സാധനം സല്ലാജത്ത്. അപ്പൊ അവർക്ക് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ പുതിയ വാക്കൊന്നും കണ്ടെത്തേണ്ട കാര്യം. ആ ട്രഡീഷണൽ വാക്കിന് തന്നെയാണ് അതിന്റെ എക്യുപ്മെന്റിൽ ഉണ്ടാകുക. അതെ, സൽജ് ഐസ്. മാൻ ബാരിദിൻ സല്ലാജയില് ഇതിലെ സല്ലാജ പറഞ്ഞ് നല്ല അറബികൾ തന്നെ സല്ലാജ എന്നാ പറയാ. ഷാ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്, അതുകൊണ്ട് താഴെ പറയാം സല്ലാജ എന്ന് പറയാം. അതേപോലെ ചൊവ്വാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ തുരത്ത എന്നാ പറയാം. തുരത്ത, യോമു തുരത്ത. യോമുത്തുരത്ത അറിഞ്ഞു. യോമുൽ അഹദ് ഞായർ, യോമുൽ ഇസ്നൈൻ. അവർക്ക് ഞായറാണ്. സബത്ത് ഒഴിവായതുകൊണ്ട് സാറ്റർഡേ അവധിയായിരുന്നല്ലോ. സാറ്റർഡേ അവധിയാണ്. പിന്നീട് സൺഡേ ആണ് ഒന്നാം ദിവസം. യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ, യോമുൽ അർബിയ, യോമുൽ ഖമീസ്. യോമുൽ ഖമീസ് ആയപ്പോഴത്തേക്കുണ്ട് 5-ാം ദിവസം. 6-ാം ദിവസം 6-ാം ദിവസം ഇല്ല, ജുമാ. അത് ജുമാ ദിവസമാണ്. പിന്നെ 7-ാം ദിവസം യോമുൽ സബത്ത്. ഓക്കെ. സല്ലാജത്തി മാൻ ബാരിദിൻ, തണുത്ത വെള്ളമുണ്ടോ സല്ലാജയില്? നഹ്നു ഇതാഷുൻ. നഹ്നു ഇതാഷുൻ, ഞങ്ങൾ എന്താണ്? ഇതാഷ്. ഇതാഷിന്റെ അർത്ഥം എന്താ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യമാണോ പറഞ്ഞത്? ഈ പാഠത്തിലാണോ പറഞ്ഞത്? തംലീനിൽ വന്നതുണ്ട്. ഇതാഷുൻ. അതിന്റെ ഏകവചനം എന്താണ്? അവസാനത്തെ ഇടം പറയും. അത്ഷാനു. നെഹ്നു പറയുമ്പോ അന അത്ഷാനു, നെഹ്നു ഇതാഷുൻ. നെഹ്നു ഇതാഷുൻ. അപ്പൊ മർവാനാണ് പറഞ്ഞത് നെഹ്നു ഇതാഷുൻ, ഞങ്ങൾക്ക് ദാഹമുണ്ട്, നമുക്ക്
തണുത്ത വെള്ളമുണ്ടോ? സല്ലാജിയിൽ തണുത്ത വെള്ളമുണ്ടോ? അഭിഷേക് 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 എന്താ നമ്മൾ പറഞ്ഞത്? ഇൻട്രൊഡക്ഷൻ പറയുമ്പോ ചെറിയ അമ്പ് കുടിക്കൂ. അഭിഷേക് എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന സന്തോഷം. അഭിഷേക് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കൂ. ബഷറ സന്തോഷ വാർത്ത അറിയിച്ചു. അഭിഷേക് എന്ന് പറഞ്ഞാൽ നീ സന്തോഷിക്കുന്ന. ബി ഹാപ്പി. അതിന് തണുത്തുള്ളതുണ്ട്. അസീറുൽ ബുർത്തുഖാൽ. ബുർത്തുഖാൽ എന്താ? ഓറഞ്ച് നീര്. അസീർ ഓറഞ്ച് നീര്, അതായത് ജ്യൂസ് ആയിരിക്കും. ജ്യൂസ്. ഇതുമായി ബന്ധപ്പെട്ട വാക്കുമെല്ലാം ഖുർആൻ വായിച്ചില്ല നിങ്ങൾ? അസീറുമായിട്ട് ബന്ധപ്പെട്ട വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ. അതിന് സ്വാദ് റാ, അതായത് ഇതിന് 3 അടിസ്ഥാന അക്ഷരങ്ങൾ ഏതായിരിക്കും ചിന്തിക്കണം. നമ്മൾ എപ്പോഴും 3 അടിസ്ഥാന അക്ഷരങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അവളാണ് അസർ. ശരി, മുംതാസ് ജിദ്ദൻ. അസർ നമസ്കാരം. ശരി, വേറെ? മൂന്ന് അക്ഷരം കൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞപ്പോ 3 അക്ഷരം തന്നെ എടുത്തിട്ട് 10 ദിവസം കൊടുത്തു. ഓക്കെ, ശരി. അത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഈ 3 അക്ഷരം തന്നെ എടുത്തിട്ട് 10 ദിവസം കൊടുത്താൽ മനസ്സിലാവില്ല. ഈ അസീർ, ഐന, സ്വാദ്, റാ അടിസ്ഥാന അക്ഷരം എടുത്തിട്ടുള്ള വേറെ വാക്കുകൾ നോക്കണം. വൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. മുഅ്സിറാത്ത്, ഐന, സ്വാദ്, റാ. അപ്പൊ ഖുർആനിൽ നിന്നല്ല, ഏത് ഭാഷ വായിക്കുമ്പോൾ ഒരു വാക്ക് കിട്ടിയാൽ ആദ്യം 3 അടിസ്ഥാന അക്ഷരം ഏതാണെന്ന് നോക്കാം. ആ 3 അടിസ്ഥാന അക്ഷരം വെച്ചുകൊണ്ട് ലാംഗ്വേജിനെ വികസിപ്പിക്കണം. അതേപോലെ പിന്നെ ഇന്നി അറാനി കാലാഹറു ഇന്നി അറാനി ആഴ്സിറു ഹംറ എന്ന് പറഞ്ഞില്ലേ? ആഴ്സിറു ഹംറ എന്ന് പറഞ്ഞു. ആഴ്സിറു, അതിന് സ്വാദ് റാ അവിടെ ഉണ്ട്. ആഴ്സിറു, ഞാൻ പിഴിയുന്നു. ആഴ്സിറു, ഞാൻ പിഴിയുന്നു. കേട്ടോ? അപ്പൊ അസീർ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുന്ന സാധനം എന്നാണ്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ ഉണ്ടാക്കി വെച്ച സാധനം പിഴിഞ്ഞിട്ടാണ് വെള്ളം തരുന്നത്. അത് സാഹിതീയമാണ്. ഓക്കെ. അഭിഷേക് ഫിഹ മാഅൻ ബാരിദുൻ, ബി ഹാപ്പി, അത് സന്തോഷിച്ചുകൊള്ളുക. അതിൽ അസീറുൽ ബുർത്തിഖാലി, ഓറഞ്ചിന്റെ ജ്യൂസ് ഉണ്ട്. അസീറുൽ ബുർത്തിഖാൽ. അജിബ് അൽ അസ്ഇലത്തിൽ ആത്തിയ. പാടുന്നെല്ലാം ഓർമ്മിക്കുന്നുണ്ടല്ലോ. അയിന ദഹബൽ അബ്നാഉ ബഅദ ദർസി. ആൺകുട്ടികൾ എവിടെയാ പോയത് ക്ലാസ് കഴിഞ്ഞിട്ട്? ദഹബു ഇലൽ മൽഅബി. അവര് കളിക്കാൻ പോയി. ദഹബു ഇലൽ മൽഅബി. അസാനി മാദാ ഖറഉ ഫിൽ മക്തബ. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസിൽ പാഠം നോക്കി പറയാനേ ഉള്ളൂ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. لا علامة الصحيح أمام الجمل الصحيحة وعلامة الخطأ أمام الجمل غير الصحيحة. لعب الأبناء كرة القدم. هذا التكسير نوكي برانا. دخل المدير المستشفى قبل 3 أيام. ഓക്കെ, അതൊക്കെ വജീദത്തുൽ ഉമ്മൽ മിക്കനസ്, അതൊക്കെ ടെക്സ്റ്റ് നോക്കി പറയണം. അജീബ് അനസ്ലത്തിൽ ആത്തി ഹതി ഹാദിൽ അസ്ലത്തിൽ ലൈസത്ത് മബനിയത്തുൻ അല ദർസി. പാഠവുമായി ബന്ധപ്പെട്ടല്ല, അല്ലാത്തതിന് എന്ത് ചെയ്യണം? മതാ ഖറജത്തും മിനൽ ഫസ്ലി. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, മതാ ഖറജത്തും മിനൽ ഫസ്ലി എന്ത് പറയണം? ഖറജ്നാ. ഖറജ്നാ ബഅദ സഅത്തി താസിഅതി വനിസ്ഫ്. 9:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്, അല്ലേ? അല്ലെങ്കിൽ ഖറജ്നാ അസ്സഅത്തൽ ഖാമിസ.
5 മണിക്ക്. അത് ആ സാറ്റ് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യും, മത്താ സഹജിത്വം സമയം പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അസാനി അയിന ദഹബത്തും ബാദ ദർസി, അത് നിങ്ങൾ പറയും. അയിന ദഹബത്തും ബാദ ദർസി. ഇവിടെ ചോദ്യം അയിന ദഹബത്തും എന്നാണ്. അപ്പൊ മറുപടി എന്ത് പറയണം? അയിന ദഹബത്തും പറഞ്ഞാൽ ദഹബത്തും എന്ന ഇല ബുയൂത്തിന. ഇലൽ വേണ്ട, അതായത് ബൈത്തിനോടൊപ്പം വേറെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അത് വേണ്ട. ഇല ബുയൂത്തിന, ഞങ്ങളുടെ വീടുകളിലേക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാതെ ഇലൽ ബുയൂത്ത്, വീടുകളിലേക്ക് പോയി എന്ന് പറയാം. അല്ല വന്നാൽ അതിന്റെ കൂടെ സർവനാമം ചേർക്കാൻ പാടില്ല. من أي إذاعة سمعتم الأخبار؟ من أي إذاعة سمعتم الأخبار؟ അതെ, ഉത്തരം പറയൂ. ഇതാ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇതാ എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണ കേന്ദ്രം. മാഷാ അല്ലാഹ്. ഇപ്പം നിങ്ങള് തൃശ്ശൂർ നിന്നുകൊണ്ട് ഇതായത്ത് റിയാദ് കേൾക്കുന്നു. തൃശ്ശൂർ ഇതായത്തില്ലേ? എല്ലാം പൂട്ടിയോ? പൂട്ടിയാ? കൂഷിൻ. തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോടൊക്കെയാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂർ അപ്പം എന്ത് പറയണം? സമീന മിൻ ഇദാഅത്തി തൃശ്ശൂർ, സമീന അൽ അഖ്ബാർ മിൻ ഇദാഅത്തി തൃശ്ശൂർ. മാ സമീതു അല്ലെങ്കിൽ മാ അസ്മഉ റാദിയോ, മാ അസ്മഉ അൽ അഖ്ബാർ മിൻ അൽ ഇദാഅത്തി. മൗജൂദ് AM റേഡിയോ വ FM റേഡിയോ തൃശ്ശൂർ. ഇദാഅത്ത് FM, ഇദാഅത്ത് AM തൃശ്ശൂരുണ്ടല്ലേ? ഓക്കെ, കൂട്ടിയില്ല. എല്ലാം കൊമേഴ്സ്യൽ ആക്കിയപ്പോൾ ഒരുപാട് പരസ്യം കൊടുക്കുമ്പോൾ വരുമാനമുണ്ട്. അറാബി ആ കുറത്തൽ കഥമിയിലെ എടുത്തും കുറത്ത സെല്ലത്തി. ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ, 2 രേഖകൾ ഒന്ന് പറഞ്ഞു. ലൈബിന കുറത്തൽ കഥമി, കുറത്തിന് 10 കൊടുക്കാം. ഞങ്ങൾ കളിച്ചു. നിങ്ങൾ 2 കളിച്ചോ? നിങ്ങൾ 2 കളിച്ചതാണോ ഉദ്ദേശിച്ചത്, അതല്ല 1 കളിച്ചതാണോ ഉദ്ദേശിച്ചത്? 2 കളിച്ചു. അപ്പൊ ലൈബിന കുറത്തൽ കഥമി വ കുറത്ത സല്ലത്തി ആയുധൻ. കാരണം നമ്മൾ ചോദ്യം നിങ്ങൾ ഫുട്ബോൾ കളിച്ചോ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ കളിച്ചോ എന്നാണ്. അപ്പൊ നമ്മള് ആയുധം എന്ത് ചെയ്യുന്നു? എംഫസൈസ് ചെയ്യാം. എംഫസൈസ് ചെയ്തില്ലെങ്കിൽ വാ ഉപയോഗിച്ച് മാത്രം പറയാം. ആയുധം നമ്മൾ പഠിച്ചല്ലോ, ആയുധം പഠിച്ചുകൊണ്ട് ആയുധം കൂടി ചേർത്ത് പറയാം. ലൈബിന കുറത്തൽ കഥമി ആയുധം. طيب أنس الفاعلة في كل من الجمل الآتية الذي جملات. أنس الفاعلة في كل من الجمل الآتية. എന്താണ് ഇവിടെ? ആ ശരീരത്തും എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്തു? ആ ശരീരത്തുന്ന എന്ന് ആക്കി. അപ്പൊ അതേപോലെ ആ ശരീരത്തുമുൽ കഹവത്ത യാ യഖ്വാനു എന്നാണ് ചോദ്യം. അപ്പൊ ഷെരീബ് തുന്നി ആക്കിയാൽ യഹ്വാന് പറ്റില്ല. അതുകൊണ്ട് അഹവാത്ത്.
ഗഹ്വ അറിയാമല്ലോ. ഗഹ്വ എന്താണ്? കാപ്പി. കഹുവ കോഫി. ഗഹ്വ എന്ന് പറഞ്ഞാൽ കോഫിയാണ്. പിന്നെ ഗാവ ഗാവ എന്ന് പറയുന്ന സാധനവും ഉണ്ട്. പിന്നെ അത് രണ്ടിനെയും വേർതിരിച്ച് വരാൻ വേണ്ടിയാണ് അതിനെന്തെയും ഗഹ്വ എന്താണ് തുർക്കിയായി ഉണ്ട്. പിന്നെ നെസ്കഫേക്ക് നെസ്കഫെ എന്ന് തന്നെ പറയും. നെസ്കഫെ വേണമെങ്കിൽ നെസ്കഫെ എന്ന് തന്നെ പറയും. തുർക്കിഷ് ഗാവ. ഗാവ തുർക്കിയ. തുർക്കിഷ് കാഫ അല്ല, ഗാവ തുർക്കിയ. തുർക്കിഷ് കാഫിയാണ്. അതായത് പലതരം കോഫി ഉണ്ട് അവിടെ. നെസ്കഫെ നമ്മൾ കുടിക്കുന്ന രീതിയിലുള്ള കോഫി ആണെങ്കിൽ നെസ്കഫെ ആണെങ്കിൽ നെസ്കഫെ എന്നാണ് പറയുക. അപ്പൊ നെസ്കഫെ എന്ന് തന്നെ പറയും. അല്ലാത്തതാണെങ്കിൽ പിന്നീട് ഗാവ തുർക്കിയ എന്ന് പറഞ്ഞാൽ അത് ഏലക്കായും അങ്ങനെ കുറെ ഇതെല്ലാം കൂടെ ഇട്ട് പൊടിച്ചിട്ടുള്ള നമ്മളെ കാപ്പിപ്പൊടി, ഒറിജിനൽ കാപ്പിപ്പൊടി തന്നെ കാപ്പി കുരു പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ ആ സാധനം നമ്മള് എന്താ പറയാ, നമ്മള് ആരോട്ട് കലക്കി കുടിക്കില്ലേ, അതേപോലെ നല്ല കട്ടിക്കിലും. ഗവ സൽജ്. ഗവ സൽജ് സൽജ്. ഗവ സൽജ് ഐസ് കോഫി, അത് വേറെ ഉണ്ട്. ഐസ് കോഫി വേറെ ഉണ്ട്. അപ്പൊ അത് ഇപ്പം എന്താ പറയുക, റെഡിമെയ്ഡ് ഐസ് കോഫി. പിന്നെ ഗാവ ഗാവ എന്ന് പറയുന്ന ഗാവയാണെങ്കിൽ അതെന്താ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്പം ചെറിയ കപ്പിലായിരിക്കും തരിക. ചെറിയ കപ്പ്, ഒരു ഔൺസ് ഉണ്ടാവില്ല. കുറച്ച് കുടിക്കാൻ പറ്റുള്ളൂ. അത് നല്ല സ്ട്രോങ് സാധനമായിരിക്കും. അതിന് പൊടിയൊക്കെ കുറവായിരിക്കും. നല്ലതായിട്ട് എന്താ പറയുക, ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. നല്ല സ്ട്രോങ് സാധനമായിരിക്കും. അല്ല, ഈ ഐസ് കോഫി എന്ന് പറഞ്ഞാൽ കോഫിയിൽ ഐസ് ഇട്ട് തരുമോ? ഐസ് കോഫി ഇപ്പൊ നമ്മള് കോൾഡ് കോഫി എന്താ പറയാ, നിങ്ങൾ ഉദ്ദേശിച്ചത് ബോട്ടിലിന്റെ ആണോ ഉദ്ദേശിച്ചത്? ബോട്ടിലിന്റെ വരുന്നുണ്ട്. ഗ്ലാസ്സിൽ തന്നെ കിട്ടും. ഗ്ലാസ് തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ ഗവ എന്ന് പറയുന്നത് മറ്റേ സാധനത്തിനാണ്, അത് ചെറിയ സംഭവം. മറ്റെല്ലാം ഗവ തുർക്കിയാണെങ്കിൽ തുർക്കിയ വേറെ, ബാക്കി എല്ലാത്തിനും മാന്യ വേറെ ഇതുണ്ട്. അപ്പം അടുത്തത് കറഅത്തും ഹാദിഹിൽ മജല്ലത്ത് യാ റിജാലു. ഇങ്ങനെ മാറ്റും. എന്തുകൊണ്ടാണ് മജല്ലത്തിൽ നിങ്ങൾ കസർ കൊടുത്തത്? എന്തുകൊണ്ട് 10 കൊടുത്തു? ഖറഅയുടെ മഫ്ഊൽ ബിഹിയാണ്. കാരണം നമ്മുടെ ഹാദിഹിക്ക് ശേഷം ഹാൽ വന്നിട്ടുണ്ട്. അപ്പൊ ഹാദിഹി മാറ്റിയിട്ട് നോക്കിയാൽ അതിന്റെ കറക്റ്റ് അടയാളം മനസ്സിലാക്കാൻ പറ്റും. ഖറഅതും അൽ മജല്ലത. അപ്പൊ മീമിന് ചേർത്ത് വായിക്കും, മീമിന് വെള്ളം പോടും. ഖറഅതുൽ മജല്ലത യാ റിജാലു എന്ന്. അപ്പൊ ഹാദിഹി എന്നുള്ളത് അവിടെ ചൂണ്ടാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അപ്പോഴാണ് നമുക്ക് 10 ആണെന്നുള്ളത് കറക്റ്റ് അറിയാം. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഖറഅതും ഹാദിഹിൽ മജല്ലത യാ റിജാലു, ഖറഅതുന്ന ഹാദിഹിൽ മജല്ലത യാ ബനാതു, അല്ലെങ്കിൽ യാ നിസാഉ. ثلاثة. എന്താണ് ഫഹിംതും മനസ്സിലാക്കിയോ? ഫഹിംതും ദർസ അൽ ജദീദ യാ അബ്നാഇ. അൽ ജദീദു യാ അബ്നാഇ. ഉത്തരം പറയൂ. ഫഹിംതുന ദർസ ജദീദൻ. മാ ഫഹിംത സുആൽ. ഫഹിംനാന്ന് പറഞ്ഞ ആള് ചോദ്യം മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെ ഹെഡിങ് വായിച്ചു പറഞ്ഞത്. ഓക്കെ, വേറൊരാൾ പറയൂ. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. കാരണം എന്താണ്? അന്നിസിൽ ബനാത്തി എവിടെ കിടപ്പുണ്ട്?
ബനാത്തി എന്നാണോ അഭിനാത്തി എന്നാണോ? ഓ നിങ്ങൾ പലരും യാ എന്താണ് പറയാ, ചിലര് പിന്നെ എന്താ പറയാ, അഭിനയിന്റെ കഥ അറിയാതെ ആട്ടം കാണുന്നവരുണ്ട്. ആട്ടം മാത്രമല്ല, ചോദ്യം കൂടെ കഥയും കൂടെ അറിയണം. ഇവിടുത്തെ കഥ അന്യസിൽ പാടില്ല എന്നാണ് കഥ, കേട്ടോ. ഇടക്ക് ഉസ്താദ് ഒരു ഡോസ് ചെന്നാലേ നമ്മള് ശരിയാവണം. അതായത് അഭിനായി ആണുങ്ങളല്ലേ? അഭിനയി ബനാത്തി പെൺകുട്ടികളല്ലേ? അന്നിഫാക്കണം. അതെ, ചില ആൾക്കാർ ചോദിക്കുന്നത് ബനാത്ത് എവിടെ ഉണ്ടെന്ന് ചോദിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ പരസ്യം വരുന്നത് മൈക്ക് ഓഫ് ചെയ്യും. പരസ്യം വരുന്നത് മൈക്ക് ഓഫ് ചെയ്യും. അവിടെ ആരും അപ്പുറത്ത് വാർത്ത കേൾക്കുന്നത്. കാരണം ഞാൻ മൊത്തം കൺട്രോൾ പാനൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി. പിന്നെന്താ അഭിനയനെന്താ പ്രശ്നം? അപ്പൊ തെറ്റ് തെറ്റ് തെറ്റ്. ഇപ്പോഴും നിങ്ങൾ കഥ അറിഞ്ഞിട്ടില്ല. അല്ല, അഭിനയി മറ്റേ ആൺകുട്ടികളല്ലേ? يا شيخ السؤال أنس الفاعل, that is the question. Make the subject feminine. സ്ത്രീലിംഗാക്കാൻ. യെസ്, ഓക്കെ, മനസ്സിലായി. നമ്മൾ മുമ്പ് ഇതേപോലെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ബ്രെയിൻ എക്സസൈസ്, കുറെ ബ്രെയിൻ എക്സസൈസ് പറഞ്ഞു കേട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മള് ഈ ഏജിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ എക്സസൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നെവർ എവർ, അതായത് ഒരു മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം അയാളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ചെയ്യാവുന്നതാണ്. ജീവിതത്തിന്റെ അവസാനം ഏത് ഏജ് ആയിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോപ്പർ മൈൻഡിൽ യൂസേജ് ഇല്ല എന്നുള്ളതാണ്. മൈൻഡിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 100% ശരി. 9:45 കഴിഞ്ഞോണ്ട് ആബ്സെന്റ് ആയി. ശരിക്കും 9:45 കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, ഞാനായിന്നാ പറഞ്ഞേ. 9:45 കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ആർ ഗോയിങ് ടു ഡു എ സെഷൻ. ഇപ്പൊ ഞാൻ ഇവിടെ 60 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വരാൻ. 60 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് 2 വീലറാണ്, 4 വീലറല്ല, 2 വീലർ ഡ്രൈവ് ചെയ്ത് വരാം. അപ്പൊ എനിക്ക് 60 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ട് എന്നുകൊണ്ട് ഞാൻ അവിടെ അസർ നമസ്കരിച്ചിട്ട് 10 മിനിറ്റ് ഉറങ്ങിയിട്ടാണ് വരുന്നത്. അതിന് എനിക്ക് ഇവിടം വരെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഒരു സെഷൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് അതിന് വേണ്ടി മുന്നോടിയായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലവും എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിർത്താമോ? റഷീദ് അല്ല, അത് വേണ്ട. ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ ഈ എക്സസൈസ് ഒക്കെ ടീച്ചർ തരുന്നുണ്ട് നിങ്ങൾക്ക്. അല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണ്ടെന്ന്, അത് കാരണമാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സംഭവം ആയുഷ്കാലം അവസാനിക്കുന്നവരെയും തീരില്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. ഞാൻ റഷീദാബിക്ക് ഒരു കാര്യം പറഞ്ഞ കോമൺ ആയിട്ടാ പറഞ്ഞു കേട്ടോ. ഇത് ഒരാൾ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും പലർക്കും ഈ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഞാൻ ജനറലായിട്ടാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ അതിനെയും സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ട്രംപിനും 24 മണിക്കൂറേ ഉള്ളൂ, നരേന്ദ്രമോദിക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഈ ലോകത്തുള്ള ഏറ്റവും ബിസി ആയിട്ടുള്ള മനുഷ്യനെ എടുത്ത് നോക്കി, അയാൾക്ക് 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പരസ്യങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു, എന്താണ് സൊല്യൂഷൻ? അവർ പറയുന്നത് അതിനെ ഡെലിഗേറ്റ് ചെയ്യുക. നമ്മൾ പരാജയപ്പെടുന്നുള്ള അതിന്റെ അർത്ഥം വി ആർ നോട്ട് വില്ലിംഗ് ടു ഡെലിഗേറ്റ്. വി ആർ ഫെയിലിംഗ്. ദ മെയിൻ പ്രോബ്ലം ഈസ് വി ആർ നോട്ട് വില്ലിംഗ് ടു ഡെലിഗേറ്റ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഫെയിലുവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ പരാജയത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടേയിരിക്കും. ഡെലിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സക്സസിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മൾ
ഇപ്പം റഷീദ് സാഹിബിന്റെ ഉദാഹരണം പറഞ്ഞാൽ എന്ത് ചെയ്യാ, ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ഇഷ്യൂസ് ഒക്കെ ചെയ്യാം. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് വയ്ക്കാം, അവർക്ക് കുറച്ച് സാലറി കൊടുക്കണം, ബാക്കി നമുക്ക് റിലാക്സ് ആയിരിക്കും. അപ്പൊ എന്തായി, നെക്സ്റ്റ് ജനറേഷൻ ഒരു ഓക്കെ റഷീദ് സാഹിബിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു അഭിമാനം ഉണ്ടാവും. വേറൊരു ക്ലൈന്റ് വരുമ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതാണ്, അയാൾ നമുക്ക് ഏൽപ്പിക്കാം എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും. ഒരു ടീം വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്ത പ്രാവശ്യം വായിക്കും കേട്ടോ. അത് തീർത്താലോ? അതെല്ലാം ഞാൻ വായിക്കൂല, കാരണം എക്സസൈസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്ത് നോക്കാം 5. അമാമ കുല്ലി ജുംലത്തിൻ ഫീമായലി സിയഖത്താനി ലിൽ ഫാഇൽ. അമാമ കുല്ലി ജുംലത്തിൻ ഫീമായലി, തുടർന്ന് വരുന്ന ഓരോ ജുംലയുടെയും മുമ്പിൽ സിയഖത്താനി ലിൽ ഫാഇൽ. സിയഖത്ത് എന്ന് പറഞ്ഞാൽ ഫോംസ് കേട്ടോ, പാറ്റേൺ. സിയഖ എന്നാണ് അതിന് പറയുന്നത്. അറബിയിൽ ഒരു ക്രിയയുടെ ഫോമിന് എന്താ പറയാ, സിയഖ എന്നാണ് പറയുന്നത്, ആ ക്രിയയുടെ രൂപം. സിയഖത്താനി 2 രൂപങ്ങളുണ്ട് ലിൽ ഫിഅലി, ക്രിയയുടെ. യഖ്തരി സിയഖത്ത സഹിഹത, ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. വഅക്മിൽ ആൻഡ് ഫിൽ ബിഹ, അത് മുഖേന അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. അൽ ജുംലത, സെന്റൻസ് പൂർത്തീകരിക്കുക. ഇവിടെ ഒരു ആയുണ്ട്, ചോദ്യത്തിന്റെ ആയുണ്ട്. പിന്നെ ഖറഅതും ആണോ വേണ്ടത്, ഖറഅതുന്നയാണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കും. എന്താണ് സഹോദരന്മാര്. സാബൂൻ എന്താണ്? സോപ്പ്. സാബൻ. الرابع من أي إذاعة سمعتن. ഓക്കെ, അപ്പൊ അത് അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. 6. തഅമ്മൽ അംസിലത സുമ്മ അദ്ഖിൽ കാന അലൽ ജുമലിൽ അത്യായം. കാന നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ. കാന പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വന്നിട്ട് കാന പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്ന്. കാനയുമായി ബന്ധപ്പെട്ട് അത് ഒറ്റയടിക്ക് തന്നെ പറയേണ്ട കുറച്ച് കാര്യം പിന്നെ തന്നെ കാനയിൽ ഉണ്ട്. ഓക്കെ, റഷീദ് സാഹിബ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒരു മിസ്റ്റേക്കും ഇല്ല സാർ. ആരെങ്കിലും ഒക്കെ പറഞ്ഞാറേ നമ്മളൊരു ലൈൻ നടക്കുമ്പോ ഓൾവേസ് ടേക്കിംഗ് വെരി വെരി പോസിറ്റീവ് സെൻസ്. പോസിറ്റീവ് സെൻസിൽ എടുത്താൽ മതി. പിന്നെ പോസിറ്റീവ് സെൻസ് മാത്രമല്ല, ഞാൻ കോമൺ പൊതു ഡൗട്ട് ചോദിച്ചാൽ പൊതുവിൽ എന്തെങ്കിലും ഉപയോഗപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നു. എല്ലാം ഉൾക്കൊള്ളാനുള്ള റബ്ബി ഷ്റഹ് ലി സദ്രി എന്നല്ലേ. ക്ലാസ് തുടങ്ങും സാറേ. നമ്മൾ ഒന്നിന് ഫോക്കസ് ചെയ്യാം. എല്ലാം കൂടെ പിടിച്ചാൽ എല്ലാം നടക്കില്ല. നമ്മൾ ഒന്നിന് ഫോക്കസ് ചെയ്ത് നമ്മളെ സ്ഥാപനത്തെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. പിന്നെ അതിന് സബോർഡിനേറ്റായിട്ട് അതിന് പിന്നെ എന്താ പറയുക സബ്സിഡിയറി ആയിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. അതിന്റെ സെക്രട്ടറിയാണ്, അതിന്റെ കൂടെ ഉള്ളതാണ് സെക്രട്ടറി നടത്തുന്നത്, അതിന്റെ കൂടെ ഉള്ളതാണ് ഈ കമ്മ്യൂണിക്കേറ്റ് അറബിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലും ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വരുമ്പോൾ ഖുർആന്റെ അടുത്ത ഭാഗം ഹദീസാണ്. അപ്പൊ നമ്മൾ ദിവസേന ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഗ്രൂപ്പ് തുടങ്ങിയത്. അത് നമ്മളേതായ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ഗ്രൂപ്പിൽ നമ്മൾ ഫോർവേഡ് ചെയ്യാൻ ചെയ്യുന്നു. അപ്പൊ അത് ഹദീസ് ഇതിന്റെ കൂടെ വരേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം തുടങ്ങി, നമ്മൾ തജ്വീദ് തുടങ്ങി,
അങ്ങനെ മദ്രസ അധ്യാപനത്തിലേക്ക് തുടങ്ങി. ഇപ്പൊ നമ്മൾ ആൽഫബറ്റിന്റെ ക്ലാസ് തുടങ്ങിയ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ബാച്ച് തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ ഉടനെ തന്നെ വിതിൻ 2-3 months മദ്രസ എഡ്യൂക്കേഷൻ ഫുള്ളായിട്ട് തുടങ്ങും. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനെ നമ്മളുള്ള അറിവിനെ ഇതിലെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ്. ഇപ്പൊ ഈ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ പറ്റിയാൽ എന്താണ്, ഈ സ്റ്റുഡൻസ് പോകില്ലല്ലോ. അപ്പോ അവരെ അത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ എടുക്കാം അത് നമ്മൾ നോക്കും. എനിക്ക് വേണമെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ഉണ്ടാക്കാൻ പറ്റും അതിലേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന രീതിയിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും ഖുർആൻ ഫോക്കസ് ചെയ്ത് നമ്മളെല്ലാ വിജ്ഞാനികളും ഖുർആൻ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടാവും, ഒരുപാട് സംഗതികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും, ഗുണപാഠങ്ങളുണ്ടാവും. ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന എല്ലാം ഖുർആന്റെ തത്വങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അവർ മില്യൺ കണക്കിന് കോപ്പി അടിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഖുർആൻ അറിയാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ നമ്മള് റഹസില്ലാർമി എന്ന് പറയുമല്ലോ. അപ്പം പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത്, കൊന്നയാളെന്താ പറഞ്ഞത്, എന്റെ സഹോദരനെ കുഴിച്ചു മുടാൻ ഈ കാക്കയുടെ അത്ര ബുദ്ധി പോലും എനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ എന്താ പറഞ്ഞത്, എത്ര ബുദ്ധി പോലും എനിക്കില്ലായിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിന് അറിയുന്ന സിമ്പിളായ ഒരു സംഗതിയാണ്, പക്ഷെ അദ്ദേഹം കാക്ക ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് മനസ്സിലാക്കിയത്. എന്നതുപോലെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാ നോളജും ഉണ്ട്. ഇത് വേറൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് ഇത് ഖുർആനിൽ ഉള്ളതാണ് എന്ന് നമുക്കറിയില്ല. ഖുർആൻ ഉള്ളതാണ് നമുക്ക് അറിയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ഭയങ്കരം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുക. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു സഹോദരി ചോദിക്കുന്നുണ്ട്, ആ സഹോദരി ചെന്ന് ഒരു സ്ഥാപനത്തിൽ ചെന്ന് അവർ അഡ്മിഷൻ ഫീസ് എല്ലാം വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇവിടെ ഹിജാബ് ധരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരെല്ലാം ഹിജാബ് അഴിച്ചു വെച്ചിട്ടാണ് സ്കൂളിൽ വരുന്നത്. അപ്പോ ആദ്യം കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നില്ല. അപ്പൊ ഉമ്മയും പറഞ്ഞു അത് ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നതാണ്. ആ കുട്ടി എന്തായി? ആ കുട്ടി ഡോക്ടറായി. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു, ലണ്ടൻ അമേരിക്കയിൽ ലണ്ടനിൽ വർക്ക് ചെയ്തു. പി ജി എടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അത് ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചില ആൾക്കാരെ നമ്മൾ ആലോചിച്ചിട്ടിരിക്കുക, അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവര് സീറോയാണ്. ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്. ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ എന്ത് ചെയ്യുന്നത്, ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ താഴ്ചെങ്കിൽ മാത്രമേ അവർക്ക് വിജയമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ എന്താ പറയാ സ്ട്രോങ് അടിസ്ഥാനവും ഉറച്ച അടിസ്ഥാനം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉള്ളത് എന്താണ്, മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഇവരെ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കിയെങ്കിലും കോർണറൈസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചേക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം എന്താ പറയാ ചീട്ട് കൊട്ടാരങ്ങൾ പോലെ തകരാൻ കിടക്കുകയാണ്. തീവ്രവാദം അങ്ങനെയാണല്ലോ വരുന്നത്. നമ്മൾ സമാധാനം പറയുമ്പോൾ നമ്മളിലേക്ക് തീവ്രവാദം ആരോപിക്കും. നമ്മൾ സമാധാനം പറയാൻ പോകണ്ട. നമ്മൾ സമാധാനം പറയാൻ പോകുന്നതിനാ നമ്മൾ ഇപ്പൊ പോയ രക്ഷകർത്താവിന്റെ പേരെന്താണ്, അദ്ദേഹം പിന്നെ അദ്ദേഹം ഓക്കെ ഞാൻ ഇവിടെ പഠിക്കുന്നില്ല, എന്റെ കുട്ടികൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല, ധൈര്യമായിട്ട് പറയുക. അപ്പോ എന്നിട്ട് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മറ്റു രക്ഷകർത്താക്കളെയും കൂടെ അറിയിക്കണം. എന്തുകൊണ്ട് എന്റെ കുട്ടി അവിടെ TC വാങ്ങി, ഇതാണ് കാരണം, നിങ്ങൾക്ക് അതിന് ധൈര്യമുണ്ടോ? ഇത് 10 പേരോട് ചോദിക്കുക. എന്റെ കുട്ടി ഞാൻ TC വാങ്ങി, നിങ്ങൾ എഴുതുക, കോടതി പോവാ. നമ്മൾ ഒരിക്കലും സമൂഹത്തിന്റെ മധ്യേ ഇത് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. സമൂഹ മധ്യേ വലിച്ചഴിക്കുമ്പോഴാണ് തീവ്രവാദം മറ്റെന്നുള്ള വിഷയം വരുന്നത്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു സ്കൂൾ ഉണ്ടാകുന്നില്ല? നമ്മുടെ നാട്ടിൽ കോളേജ് ഉണ്ടാകണം. നമ്മളാൽ നിയന്ത്രിക്കപ്പെടുന്ന കോളേജ് ഉണ്ടാവണം, നമ്മളാൽ നിയന്ത്രിക്കപ്പെടുന്ന പിന്നെ സ്കൂളുകൾ ഉണ്ടാകണം. അപ്പൊ ഈ CBSE ആയിരുന്നാലും ഏത് SC ആയിരുന്നാലും പഠിപ്പിക്കുന്നത് നമ്മുടെ സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കട്ടെ. അല്ല, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അത് നമ്മുടെ സ്കൂളുകൾ വളരെ കുറച്ചുള്ളൂ, മുസ്ലിംസിന്റെ മാനേജ്മെന്റ് സ്കൂള്. പക്ഷെ അത് അത്യാവശ്യം എല്ലാവർക്കും മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതായത് ഒരു എന്താ അതിനെ പറഞ്ഞ ചെറിയൊരു സവർണ രീതിയിലുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും അഫോർഡബിൾ അല്ല ഫീസ് അടക്കലും കാര്യത്തിനും. ഏത് ഫീസ്? ഈ വിദ്യാഭ്യാസത്തിന്റെ അല്ലേ? മുസ്ലിം വിദ്യാഭ്യാസ കേന്ദ്രത്തിനാ അവിടെ അഫോർഡബിൾ അല്ലാന്നോ?
ഫീസ് ഒക്കെ ഫീസ് ഞങ്ങളുടെ ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അവിടെയാണ് പ്രശ്നം. അത് നമ്മളെ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും PTA മീറ്റിംഗ് വിളിച്ചാൽ എത്ര പേര് പോകും PTA മീറ്റിംഗിൽ? അവരെന്താണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നവര് ട്രെയിനിങ് ഉള്ളവരാണ്, അഡീഷണൽ ട്രെയിനിങ് ഉള്ളവരാണ്. ഗവൺമെന്റ് അവർക്ക് അടിക്കടി ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അല്ല, ഇപ്പൊ കോഴിക്കോട് സ്ഥാപനത്തിൽ ഭയങ്കര ഹൈടെക് സംവിധാനങ്ങൾ വന്നു. അപ്പൊ ഒരു സ്ഥാപനം ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്രാമസഭ വിളിച്ചാൽ പോകുന്നുണ്ടോ? ഗ്രാമസഭ വിളിച്ചാൽ നമ്മൾ പോകുന്നുണ്ടോ? പഞ്ചായത്തിന്റെ കീഴിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത്. ആ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിലുള്ള നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നോക്കുക. അതിലുള്ള നമ്മളെ രക്ഷകർത്താവ് PTA മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ പോവുകയും അതിൽ ഭാഗവാക്കാവുകയും അതിൽ ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്യുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി. നമ്മൾ സമൂഹത്തിൽ ഈ ചീഞ്ഞഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിനെ എടുത്തുകൊണ്ട് വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് നിങ്ങളെ കുട്ടികളെ അയക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമികമായ വസ്ത്രധാരണത്തോടെ അയക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വിഷയം വരുന്നു. അപ്പം ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകും. നമ്മുടെ സൊസൈറ്റിയിൽ സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ പ്ലൂറൽ സൊസൈറ്റിക്ക് പഠിക്കാൻ അനുവാദം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടേതായ മാതൃക കാണിക്കുമ്പോൾ അതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഷഹാദത്ത് എന്ന് എന്താ അർത്ഥം? സർട്ടിഫിക്കറ്റ് ആണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അറബി പഠിച്ചിട്ടിരിക്കല്ലേ, അറബിയിൽ എന്താ സർട്ടിഫിക്കറ്റ് എന്താ പറയാ? ഷഹാദത്ത്. നമ്മൾ ഈ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. നമ്മളെ കയ്യിൽ ഷഹാദത്ത് മാത്രമേ, സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഞങ്ങളുടെ വരുന്ന സ്ഥാപനങ്ങളിൽ വരുന്നവർക്ക് എല്ലാം പഠിക്കാൻ പറ്റും. നമ്മൾ ഉന്നത നിലവാരത്തോട് പഠിപ്പിക്കുന്നു. അഫോർഡബിൾ ആയ ഫീസാണ്. സംവിധാനങ്ങൾ ഉണ്ടാക്കണം നമ്മൾ. അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് അവർക്ക് ചെയ്യാം, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? എന്നിട്ട് നമ്മൾ അവിടെ നമുക്ക് അഡ്മിഷൻ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിലാപിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താകരുത്? നമ്മൾ മഫ്ഊലാകരുത്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാകരുത്. നമ്മൾ കൊടുക്കുന്നവരാകുക, പ്രൊവൈഡേഴ്സ് ആകുക, നമ്മൾ ഫായിലാകുക. എപ്പോഴും എന്ത് ചെയ്ത് വി ആർ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ വി ആർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി? അൻതുമുൽ അലൗൻ, യു ആർ ഇൻ ദ ക്രീമി ലെയർ. നിങ്ങൾ മേൽ വിഭാഗം എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ എലവൻ എന്നാ പറഞ്ഞത്, സൂപ്പർലേറ്റീവ് പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും മുകളിലുള്ളവരാണ്. എന്ത് വേണം? നിങ്ങളുടെ കൂടെ ഈമാൻ വേണം. ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്രീമി ലെയർ ആവും. അങ്ങനെയൊക്കെ പറ്റാഞ്ഞിട്ടൊന്നുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വൽ ആഖിറതി ഹസനത്തൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله.